റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കാഞ്ചിയാർ അഞ്ചുരുളി ഉന്നതിയിൽ വനം വകുപ്പിന്റെ അനുമതിയില്ലാതെ വൈദ്യുതി കണക്ഷൻ നൽകിയെന്ന ആരോപണം. 24 കുടുംബങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ വനം വകുപ്പ് അധികൃതർ KSEBിക്ക് കത്ത് നൽകി. വനഭൂമിയിൽ അനധികൃതമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന പരാതിയെ തുടർന്നാണ് നടപടിയെന്ന് വനം വകുപ്പിന്റെ വിശദീകരണം. വിഷയത്തിൽ പ്രതിഷേധവുമായി ഭരണ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിട്ടുണ്ട്. അങ്ങേർക്ക് അങ്ങനെ തോന്നണ്ടേ? നമുക്ക് തോന്നുന്നത് പോരല്ലോ. അത് റേഞ്ച് ഓഫീസർക്ക് തോന്നണ്ടേ? നമ്മൾ പറയുക വിചിത്രമെന്ന് പറഞ്ഞാൽ അങ്ങേര് പറയാം അല്ല ഇത് വസ്തുതയാന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് അത് വിചിത്രം അല്ലയോ എന്നുള്ളത് അങ്ങേര് വേണം തീരുമാനിക്കാൻ. നമ്മളിത് കൈയേറ്റതല്ല, കിട്ടില്ല. പിന്നെ അങ്ങേർക്ക് തോന്നുക ഇത് കൈയേറ്റമാണെന്ന് പറഞ്ഞാൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അന്നും റേഞ്ച് ഓഫീസർമാരുണ്ട് ഇവിടെ. അത് ചിന്തിക്കണം, അവരെ വിളിക്കണം, അവരോടെ ചോദിക്കേണ്ടത്. നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം അവരോടെ സത്യത്തിൽ ചോദിക്കേണ്ടത്. ഇത് നിങ്ങളറിഞ്ഞോ, ഇന്ന കാലഘട്ടത്തിൽ ഇവിടെ കൈയേറിയതാണോ എന്ന് അവർ വേണം മറുപടി പറയാൻ. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. രാഹുൽ, കുറെ കുടുംബങ്ങളിലേക്ക് വൈദ്യുതി എത്തുന്നു, പിന്നീട് അത് 2 വകുപ്പുകൾ തമ്മിലുള്ള തർക്കമായി മാറുന്നു. ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? യുവജന സംഘടനകൾ പ്രതിഷേധത്തിൽ ഉന്നയിക്കുന്ന കാര്യം എന്താണ്? മധു, അഞ്ചുരുളി ആദിവാസി ഉന്നതിക്ക് സമീപമാണ് ഈ പ്രതികരണം കേട്ട ആളുകളെല്ലാം തന്നെ താമസിക്കുന്നത്. അവർ പതിറ്റാണ്ടുകളായി ആ മേഖലയിൽ താമസിച്ചു വരുന്നതാണ്. അടുത്ത കാലത്ത് ഈ പ്രദേശത്ത് കയ്യേറ്റം നടന്നതായി കാണിച്ച ഒരു പരാതി വനം വകുപ്പിന് ലഭിക്കുകയാണ്. അതിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് വനം വകുപ്പിന്റെ ഒരു വിചിത്രമായിട്ടുള്ള ഉത്തരവ് നടപടി ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ മേഖലയിൽ വ്യാപകമായിട്ടുള്ള കയ്യേറ്റം നടക്കുന്നുണ്ട്. പതിറ്റാണ്ടുകളായി അവിടെ താമസിക്കുന്ന ആളുകൾ അടുത്ത കാലത്ത് ഷെഡ് കെട്ടി താമസിച്ച ആളുകളാണെന്നും അവർക്ക് നൽകിയിരിക്കുന്ന ഏതാണ്ട് 24ഓളം ആളുകൾക്ക് നൽകിയിരിക്കുന്ന വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കണമെന്നുമാണ് വനം വകുപ്പ് KSEBിക്ക് നൽകിയിരിക്കുന്ന കത്തിൽ പറയുകയും ചെയ്യുന്നത്. 2016 ഈ പ്രദേശത്തെല്ലാം തന്നെ വൈദ്യുതി എത്തുന്ന സാഹചര്യം ഉണ്ടായത്. എന്തുകൊണ്ട് അന്ന് പരിശോധിച്ചില്ല എന്നതാണ് നാട്ടുകാർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അന്ന് വനം വകുപ്പിന്റെ അനുമതി നേടാതെയാണ് ഈ ആളുകൾക്ക് വൈദ്യുതി കണക്ഷൻ നൽകിയിരിക്കുന്നതെന്ന് ഇപ്പോൾ വനം വകുപ്പ് പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു വിചിത്രമായ നടപടി എന്ന് തന്നെ ഇതിനോട് പറയേണ്ടിയിരിക്കുന്നു. അവിടെ വനമേഖല കൂടിയാണ്, അപ്പോൾ കരണ്ട് മാത്രമാണ് അവർക്ക് ആശ്രയം. എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചാൽ, എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ പുറം ലോകത്തെ അത് അറിയിക്കാനുള്ള ഏക മാർഗം ഈ വൈദ്യുതി കണക്ഷൻ ഉൾപ്പെടെയുള്ള മാർഗങ്ങളാണ്. അപ്പോൾ ആ വൈദ്യുതി കണക്ഷനാണ് നിലവിൽ വിച്ഛേദിക്കാൻ പോവുകയും ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവർ പറയുന്ന കാര്യം ഈ വൈദ്യുത പോസ്റ്റിലൂടെയുള്ള കണക്ഷൻ മാറ്റിയ ശേഷം മണ്ണിൽ ഐഡിയിലൂടെ ലൈൻ വലിച്ചോളൂ എന്നതാണ് പറയുന്നത്. അതിനുള്ള പണം ഈ പാവപ്പെട്ട ആളുകൾ തന്നെ മുടക്കുകയും വേണം. ഇതിന് കാരണമായി വനംവകുപ്പ് പറയുന്നത് ഈ മേഖലയിൽ വ്യാപകമായിട്ട് വന്യമൃഗങ്ങളുണ്ട്. അപ്പോൾ ഈ വൈദ്യുത കണക്ഷനിൽ നിന്നും ഷോക്കേറ്റ് വന്യമൃഗങ്ങൾ ചാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കേണ്ടി വന്നതെന്നാണ് വനംവകുപ്പ് പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. ഫ്യൂസ് ഊരാൻ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വൈദ്യുതി വിച്ഛേദിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ അനുവദിക്കില്ല എന്ന് തന്നെയാണ് നാട്ടുകാരെല്ലാം ഒറ്റക്കെട്ടായി പറയുന്നത്. എന്തായാലും തുടർ നടപടികൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നതാണ് നമ്മൾ ഇനി നോക്കി കാണേണ്ടത്. മാധു, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഈ അഞ്ചുരുളി ഉന്നതിയിലാണ് ഇപ്പോൾ ഈ വൈദ്യുതി വിച്ഛേദിക്കണമെന്ന ആവശ്യം വനംവകുപ്പ് ഉന്നയിച്ചിരിക്കുന്നത്. വനംവകുപ്പിന്റെ അനുമതി ഇല്ലാതെയാണ് വൈദ്യുതി ബന്ധം നൽകിയത് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നത്. വലിയ പ്രതിഷേധവും അവിടെ ഉണ്ടാകുന്നുണ്ട്.